അധ്യാപകരെ, രക്ഷിതാക്കളെ, എൻ്റെ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് മൊബൈൽ ഫോണിനെ കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമോ അതോ അല്ലെങ്കിൽ അപകടശീലമോ എന്നതാണ്. സുഹൃത്തുക്കളെ, മൊബൈൽ ഫോൺ ഇല്ലാതെ നമുക്ക് ഒരു ദിവസമെങ്കിലും ചിന്തിക്കാൻ കഴിയുമോ? ഇല്ല. കാരണം ഉണരുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ നമ്മുടെ കൈകളിൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു ചെറിയ ഉപകരണം, അതെ, മൊബൈൽ ഫോൺ. മൊബൈൽ ഫോണിൻ്റെ പ്രാധാന്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം. പണ്ടുള്ള ആളുകൾ ഒരു ഫോൺ വിളിക്കാൻ വേണ്ടി കിലോമീറ്ററുകളോളം നടന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഒരു ബട്ടൺ അമർത്തിയാൽ നമുക്ക് എല്ലാ ഭാഗങ്ങളിലുമുള്ള ആളുകളുമായി സംസാരിക്കാം. വിദ്യാഭ്യാസ രംഗത്ത് മൊബൈൽ ഫോണിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. ഓൺലൈൻ ക്ലാസ്, ഡിജിറ്റൽ ലൈബ്രറി, യൂട്യൂബ്, ഗൂഗിൾ എന്നിവ വിദ്യാർത്ഥികൾക്ക് അറിവിൻ്റെ പുതിയ ലോകം തുറന്നു നൽകി. കോവിഡ് കാലത്ത് മൊബൈൽ ഫോൺ ഇല്ലെങ്കിൽ നമ്മുടെ പഠനം മുഴുവനുമായി നിലച്ചേനെ. സാമൂഹിക ബന്ധങ്ങളിൽ മൊബൈൽ ഫോൺ വലിയ പങ്കുവഹിക്കുന്നു. സുഹൃത്തുക്കളെയും ദൂരെയുള്ള ബന്ധുക്കളെയും ഒരു ക്ലിക്കിൽ നമ്മുടെ മുന്നിലെത്തിച്ചു നൽകി. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സാപ്പ് എന്നിവ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ആശയവിനിമയം നമുക്ക് എളുപ്പമാക്കി. ആവശ്യ സമയങ്ങളിൽ മൊബൈൽ ഫോൺ ഒരു ജീവൻ രക്ഷകൻ തന്നെയാണ്. അതിൻ്റെ മറുവശം സുഹൃത്തുക്കളെ, എല്ലാ നാണയത്തിനും രണ്ട് വശമുണ്ട്. മൊബൈൽ ഫോണിനും അതുപോലെ തന്നെ. ഇന്ന് പലരും മൊബൈൽ ഫോണിൻ്റെ അടിമകളായി മാറിയിരിക്കുന്നു. സുഹൃത്തുക്കളോടൊപ്പം ഇരിക്കുമ്പോഴും കുടുംബത്തോടൊപ്പം ഇരിക്കുമ്പോഴും നമ്മുടെ ശ്രദ്ധ സ്ക്രീനിൽ മാത്രം. കുട്ടികൾ കളിസ്ഥലത്ത് പോകുന്നതിന് പകരം മൊബൈൽ ഫോണിലെ ഗെയിമുകളിൽ മുഴുകുന്നു. പുസ്തകം തുറക്കുന്നതിന് പകരം മൊബൈൽ ഫോൺ തുറക്കുന്നു. ആരോഗ്യരംഗത്ത് നോക്കുകയാണെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ അമിതമായ ഉപയോഗം ആരോഗ്യത്തിന് വളരെ ഗുരുതരമായി ബാധിക്കുന്നു. വിദ്യാർത്ഥികളായ നമ്മൾ എങ്ങനെ മൊബൈൽ ഫോൺ ഉപയോഗിക്കണമെന്ന് അറിയൽ നിർബന്ധമാണ്. വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ നമ്മുടെ നല്ല സുഹൃത്ത് മാത്രമായിരിക്കണം. സുഹൃത്തുക്കളെ, മൊബൈൽ ഫോൺ ഒഴിവാക്കുക എന്നല്ല പരിഹാരം. അത് സാധ്യമാക്കാനും നമുക്ക് പ്രയാസം തന്നെ. ആവശ്യ സമയങ്ങളിൽ മാത്രം ഉപയോഗിക്കുക എന്നതാണ് അതിൻ്റെ പരിഹാരം. അവസാനമായി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഒരിക്കലും മൊബൈൽ ഫോണിൻ്റെ അടിമകളാവരുത്. മൊബൈൽ ഫോണിൻ്റെ അടിമകളാവാതെ നമുക്ക് മുന്നോട്ട് പോകാം. ഇതോടെ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. നന്ദി, നമസ്കാരം.